ദൈവപരിപാലനയുടെ വഴികളിലൂടെ കർത്താവിന്റെ കരുണാർദ്രമുഖം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് സംലഭ്യമാക്കുവാൻ ദൈവദാസനും കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനുമായ ജെറോം മരിയ ഫെർണാണ്ടസ് പിതാവിനാൽ സ്ഥാപിതമായ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസ് സന്യാസിനി സമൂഹം MSST സഭയിലെ ചരിത്രത്താളുകളിൽ പുത്തൻ പ്രഭാതങ്ങളും നൂതന ആശയങ്ങളും പുത്തൻ സംവിധാനങ്ങളും രംഗപ്രവേശനം ചെയ്യുമ്പോൾ പോലും നന്മയുടെ പൂമരമായി അനിതര സാധാരണമായ ആത്മീയ നേതൃത്വം കൊണ്ട് ഇന്നും എന്നും MSST സഭാ തനയരുടെ മനസ്സിൽ നിറയുന്ന നന്മയുടെ തണൽ വൃക്ഷം മദർ മേരി തെരേസ്. മരണത്തിനപ്പുറം ഒരു ദശാബ്ദം കടന്നു പോകുമ്പോൾ പോലും ഗതകാല ചരിത്രത്തിന്റെ മണ്ണടരുകളെ ചലനാത്മകമാക്കുന്ന അവസ്മരണീയമായ ആ ഓർമ്മത്തണലിലേക്ക് ഒരു മടക്കയാത്ര. ഓർമ്മത്തണലിൽ പ്രിയ സഹോദരങ്ങളെ, MSST കോൺഗ്രിഗേഷൻ്റെ മദർ വിക്കറായും ആദ്യത്തെ മദർ ജനറലായും ദീർഘകാലം ഈ സന്യാസ സമൂഹത്തെ നയിച്ച മദറിൻ്റെ മദർ മേരി തെരേസിൻ്റെ 10ാം ചരമവാർഷികം ആചരിക്കുന്ന ഈ അവസരത്തിൽ മദറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മദറിൻ്റെ ജീവിതം ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചതായിരുന്നു. കായാവൽ കുടുംബത്തിൽ ജനിച്ച മദറും മദറിൻ്റെ സഹോദരൻ ഫെർഡിനാൻഡ് കായവലച്ചനും രൂപതയിൽ തങ്ങളുടെ വിളിക്കനുസൃതമായ ശ്രേഷ്ഠമായ സേവനങ്ങളാണ് കാഴ്ചവെച്ചത്. MSST കോൺഗ്രിഗേഷൻ്റെ മദർ വിക്കറായ കാലം മുതൽ സഭയെ മാതൃവാത്സല്യത്തോടെ നയിക്കുന്നതിൽ മദർ എപ്പോഴും ഉത്സുകയായിരുന്നു. എല്ലാ സന്യസ്തർക്കും അവരുടെ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുന്നതിന് പ്രേരകമായും അതേസമയം സഭയുടെ നിയമാവലികൾ വളരെ നിഷ്ഠയോടെ പാലിക്കുവാൻ മറ്റുള്ളവരെ അഭ്യസിപ്പിച്ചും സ്വയം അതിന് വിധേയപ്പെട്ടും ജീവിച്ച മദറാണ്. പലപ്പോഴും വിദേശങ്ങളിലുള്ള പര്യടനങ്ങളിൽ എൻ്റെ സഹോദരി താമസിക്കുന്ന സ്ഥലത്ത് ചേച്ചിയെ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളും അളിയനും മദറിനെക്കുറിച്ച് പങ്കുവച്ച കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇത്രയേറെ ലാളിത്യമുള്ള ഒരു മദറിനെ ആദ്യമായി കാണുകയാണ്. സ്വന്തം സഹസന്യാസിനിമാരുടെ ജീവിതത്തിൽ നിന്നും ചിലപ്പോഴൊക്കെ പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും അത് മേലധികാരികളോടല്ലാതെ വേറെ ആരോടും പങ്കുവയ്ക്കാണ് സഹനങ്ങൾ സ്വീകരിച്ച് ജീവിച്ച ഒരു സിസ്റ്ററാണ്. അതേസമയം സഭയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഒരു സമൂഹം അതിന് വേർപെട്ടു പോയ അവസരത്തിൽ വളരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ കുഞ്ഞു സഭയെ
അംഗസംഖ്യയിലും വളരെ പരിമിതമായിരുന്ന സഭയിൽ നല്ല ദിശാബോധത്തോടെ, അതേസമയം സഭാ അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട്, അന്ന് ഡയസഷൻ കോൺഗ്രിഗേഷനായിരുന്നു, വേറെ പ്രത്യേകിച്ചും ജോസഫ് പിതാവിൻ്റെയും പ്രത്യേകമായിട്ടൊരു ഡയറക്ടറിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങളനുസരിച്ച് സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിന്യൂ ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധയോടെ പരിശ്രമിച്ചും കൊണ്ട് ഈ സഭയെ നയിച്ചത് ഓർക്കുന്നു. വളരെയധികം ത്യാഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ത്യാഗങ്ങളുടെയൊക്കെ വലിയ സമ്മാനമാണ് പിൽക്കാലത്ത് സഭയ്ക്ക് ലഭിച്ച പൊന്തിഫിക്കൽ പദവി എന്ന് ഞാൻ പറയും. കാരണം ത്യാഗത്തോടും വിശ്വസ്തയോടും കർത്താവിനുള്ള അതിരറ്റ സ്നേഹത്തോടും വിശുദ്ധ തെരേസയുടെ ആ മിഷണറി തീക്ഷ്ണതയോടും സഭയെ നയിച്ച ഈ പുണ്യ ശ്ലോകയായ അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Missionary Sisters of St. Teresa of Infant Jesus സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന മദർ മാരി തെരേസിനെ എന്തും സന്തോഷത്തോടും നന്ദിയോടും ആദരവോടും കൂടിയാണ് അനുസ്മരിക്കുന്നത്. ജെറോം പിതാവ് സ്ഥാപിച്ച ഈ സഭയുടെ അധിപയായി ഏറെ നാൾ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് മദർ മാരി തെരേസ്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പോലും തൻ്റെ ശാന്തത കൈവെടിയാതെയും കർത്താവിലുള്ള പരിപൂർണമായ വിധേയത്വത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാഗമായി പ്രാർത്ഥനാരൂപിയിൽ തൻ്റെ സഭാംഗങ്ങളെ വളർത്തുന്നതിനും നല്ല രീതിയിൽ നയിക്കുന്നതിനും ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയതെങ്കിലും സഭയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കരുത് എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് മദർ. തൻ്റെ കഴിവിനതീതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനും സന്യാസ സഭയെ ശക്തമായി നയിക്കുന്നതിനും ഈ സഹോദരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ലളിതമായ ജീവിതവും പ്രാർത്ഥനയും അനുഭവിച്ച ദുഃഖങ്ങൾ സസന്തോഷം സഹിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം സഹകരിച്ച് ഈ സന്യാസസഭയ്ക്ക് ആവശ്യമായ എല്ലാം നൽകുന്നതിന് ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രിയമുള്ള മദറിനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും സഭാംഗങ്ങൾ നന്ദിയോടുകൂടി തന്നെ അവരെ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ മദറിൻ്റെ ത്യാഗം ഈ ജീവിതത്തിന്, ഈ സമൂഹത്തിന് ലഭ്യമായിരുന്നില്ല എങ്കിൽ സഭയുടെ ഭാവി എന്താണെന്ന് പറയാൻ പറ്റാത്ത അവസരത്തിലേക്കൊക്കെ ഈ സഭ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ദൈവീക പരിപാലനയിൽ ഒരുപക്ഷെ ജെറോം പിതാവിൻ്റെ ആത്മാർത്ഥമായ താല്പര്യത്തിൻ്റെ പുറത്ത് ഈ സഭയിൽ പ്രവർത്തിച്ച് സഭയെ ഉണ്ടാക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും വേണ്ട രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിനും ഈ അമ്മയ്ക്ക് സാധ്യമായിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും വിസ്മരിക്കാതെ സഭയുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഈ അമ്മയെ കാണുന്നതിനും അവരുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ജീവിതവും അനുകരിക്കുന്നതിനും എല്ലാ സഭാംഗങ്ങളും താല്പര്യം പ്രദർശിപ്പിക്കണമെന്ന് തന്നെയാണ് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്. അമ്മയുടെ ആത്മാവിന് നിത്യവിശ്രാന്തി നേരുന്നു. ഈ സഭയ്ക്ക് സജീവമായ ഒരു ശക്തിയായി നിന്നുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനും നയിക്കുന്നതിനും അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം സഭയിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.
മദർ മേരി തെരേസ് സ്നേഹവും വാത്സല്യവും കരുണയും കരുതലും നിറഞ്ഞു നിൽക്കുന്ന MSST സഭയുടെ നല്ലൊരു അമരക്കാരിയായിരുന്നു. മദറിന്റെ 10ാം ചരമവാർഷികം ഇന്ന് ആഘോഷിക്കുമ്പോൾ മദറിന്റെ മരിക്കാത്ത ഓർമ്മകളില് ഇന്ന് MSST സഭാമക്കൾ ജീവിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. പ്രാർത്ഥന മദറിന്റെ ജീവശ്വാസമായിരുന്നു. ദിവ്യകാരുണ്യം മദറിന്റെ ഹൃദയസ്പന്ദനമായിരുന്നു. അധ്വാനം ക്രൂശിതനോടുള്ള സ്നേഹമായിരുന്നു. മദറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സഭാമക്കൾക്കും പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ മദറിനെ കുറിച്ച്. മദർ ഒരു കാർക്കശ്യക്കാരിയായിരുന്നു. എന്നാൽ കാർക്കശ്യത്തില് നിറഞ്ഞ സ്നേഹമുണ്ടായിരുന്നു. ഓരോ MSST മക്കളുടെയും ഹൃദയങ്ങള് തൊട്ടറിയുവാൻ മദറിന് കഴിയുമായിരുന്നു. എല്ലാവരിലും നന്മ കാണുവാനും തിരുത്തലുകളെ സ്നേഹത്തോടെ തിരുത്തുവാനും മദറിന് കഴിയുമായിരുന്നു. ഇന്ന് നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട മദറിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, മദറിന് നിത്യവിശ്രാന്തി നൽകണമെന്ന്. ഞാൻ ഉമേനല്ലൂർ ചെറുപുഷ്പം ഹൈസ്കൂളിലെ അധ്യാപികയാണ്. ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി ഹൃദയത്തിൽ പതിഞ്ഞ മുഖം മദർ മേരി തെരേസ്. എന്റെ സന്യാസം എന്റെ അഭിമാനം എന്ന സ്വജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയ സന്യാസിനി. സഹനവും ത്യാഗവും കഠിനാധ്വാനവും ജീവിത മൂല്യങ്ങളായി സ്വീകരിച്ചുകൊണ്ട് തന്നെ പരമേൽപ്പിച്ച സന്യാസ സമൂഹത്തെ ക്രിസ്തുപാതയിലൂടെ മുന്നോട്ട് നയിച്ച മാതൃകാ വ്യക്തിത്വം. സമ്പന്നമായ ജീവിത പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങളുടെ എതിർപ്പിന് മുന്നിൽ പതറാതെ തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി MSST കോൺഗ്രിഗേഷനിലെ സുപ്പീരിയർ ജനറലായി സന്യാസ സമൂഹത്തിന് മാതൃത്വത്തിന്റെ തണലേകി. MSST സഭയിലൂടെ ആത്മീയ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും വെളിച്ചം വിതറി സ്വർഗത്തിലേക്ക് യാത്രയായ സ്വർഗീയ മധ്യസ്ഥ മദർ മേരി തെരേസ്. ഒരു നാടിനെ ഉന്നതിയിലേക്ക് നയിക്കുവാനുള്ള ആദ്യപടി അവിടുത്തെ ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കുക എന്നതാണ്. ഈ നാടിന്റെ നന്മയെ ലക്ഷ്യമാക്കി 1973 മദറിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ചെറുപുഷ്പം സ്കൂൾ ഇന്ന് മദർ ആഗ്രഹിച്ചതുപോലെ ഇന്ന് വളർച്ചയുടെ പടവുകൾ കയറുകയാണ്. ദൈവം തന്നെ പരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മദറിന് ചെറുപുഷ്പ കുടുംബത്തിന്റെ പ്രണാമം. പ്രാർത്ഥനയും വിശുദ്ധിയും ജീവിച്ച ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മദർ മേരി തെരേസ. എന്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണെന്ന് പഠിപ്പിച്ചു തന്നു. അതിൽ നിന്ന് ലജ്ജയില്ലാതെ അൾത്താര ബാലനായി ശുശ്രൂഷിക്കാൻ സാധിച്ചു. ഈ സഭയുടെ ഇത്രയും ഉയർച്ചയ്ക്കുള്ള കാരണം മദറിന്റെ പ്രാർത്ഥനയും പരിശ്രമവും കൂടിയാണ്. ജാതിയോ മതമോ നോക്കാതെ എല്ലാവരെയും സഹകരിച്ചു പോകാനുള്ള മനസ്സ് മദറിന് സഹകരിച്ചു പോകാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. വിശുദ്ധിയുടെ കാര്യത്തിൽ ഒന്നാമതാണ്. ഉദാഹരണമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷമാണ് ആശുപത്രിയിൽ പോയി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഞായറാഴ്ചയാണ്. ഞാൻ പള്ളിയിൽ നിന്ന് ദിവ്യപൂജ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മദർ സുഖമില്ലാതെ എന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സ് പറയുകയും ഉടനെ ഞാനും കൂടി ചേർന്ന് വണ്ടിയിൽ കയറ്റി കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിച്ചു. അതിനുള്ള ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. ഇപ്പോഴും മദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. സാഹോദര്യ സ്നേഹവും സേവനവും പങ്കുവയ്ക്കലും മദർ തെരേസിൻ്റെ ജീവിതശൈലിയായിരുന്നു. വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് ക്രിസ്തുനാഥൻ വിഭാവന ചെയ്യുന്ന ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റായി മദർ ഓടിയെത്തുമായിരുന്നു. പ്രതിബന്ധങ്ങളിൽ പതറാതെ എല്ലാ പ്രയാസങ്ങളെയും ദിവ്യനാഥനിൽ സമർപ്പിച്ച് പരിഹാരം കണ്ടെത്തുന്ന ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഉറവിടമായിരുന്നു മദർ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും സാധ്യതമാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ജപമാല ചൊല്ലി കാഴ്ചവയ്ക്കുന്ന മദർ പരിശുദ്ധ ജനനിയുടെ അനുഗ്രഹീത ദാസിയായിരുന്നു. ഇന്ന് മദർ നമ്മോടൊപ്പമില്ല. സ്വർണ്ണച്ചിറകടിച്ച വെളിച്ചം സ്വർഗത്തിലേക്ക് പറന്നുപോയി. ക്രിസ്തുനാഥൻ്റെ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് സമൂഹത്തിനും സഭയ്ക്കും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മദർ കൊളുത്തിയ ഭദ്രദീപത്തിൻ്റെ വെളിച്ചം
കെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് ഒത്തൊരുമിച്ച് MSST സന്യാസിനികളോടൊപ്പം മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹം ലഭ്യമാകട്ടെ. കൊല്ലം രൂപതയിലെ മയ്യനാടിടവകയിൽ പ്രസിദ്ധമായ കായാവിൽ കുടുംബത്തിൽ പീറ്റർ ലോപ്പസ്, അന്നമ്മ പീറ്റർ എന്നീ ദമ്പതികളുടെ 8ാമത്തെ പുത്രിയായി 1936 നവംബർ 25-ാം തീയതി ജനിച്ച മദർ ഉറച്ച കാൽവയ്പുകളോടെ സന്യാസ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ച് 1973 ഫെബ്രുവരി 3-ാം തീയതി MSST സഭയിൽ നിത്യവ്രത വാഗ്ദാനം ചെയ്തു. 1979 ഡിസംബർ 13 മുതൽ 1993 ഡിസംബർ 28 വരെ MSST സഭയുടെ മദർ വിക്കറായും 1993 ഡിസംബർ 29 മുതൽ 2006 ജനുവരി 7 വരെ ഒരു വ്യാഴവട്ടക്കാലം തുടർച്ചയായി സഭയിലെ ആദ്യത്തെ ഇലക്ടഡ് സുപ്പീരിയർ ജനറലായും സേവനമനുഷ്ഠിച്ചു. സമാനതകളില്ലാത്ത ഭരണസാരഥ്യത്തിൽ സഭാതരു സ്ഥാപക ചൈതന്യത്തിന്റെയും സഭയുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആത്മീയ പരിപാലനയിലും വളർച്ചയുടെ പടവുകൾ താണ്ടി. MSST സഭയുടെ ചരിത്രാന്വേഷികൾക്ക് ഈ കാലഘട്ടം അത്ര ലളിത സുഭഗമായിരുന്നില്ല എന്ന് മനസ്സിലാകും. സഹനത്തിന്റെ സന്ധ്യകളെ കൃപയുടെ ആരാധനയാക്കി മാറ്റി ദൈവകരുണയിൽ മാത്രം ആശ്രയിച്ച കാലം MSST സഭയ്ക്കായി കരുതിവെച്ച ഈ അഭിനവ മോശയുടെ നേതൃത്വത്തിൽ വിശുദ്ധിയുടെയും ആത്മീയതയുടെയും ഭൗതിക കെട്ടുറപ്പിന്റെയും കാനാൻ ദേശത്തേക്ക് സഭാ സമൂഹം ജൈത്രയാത്ര ആരംഭിച്ചു. കല്ലും മുള്ളും നിറഞ്ഞ കനൽ വഴികളിൽ ഒരു കൈയിൽ ജപമാലയും മറുകൈയിൽ അധ്വാനത്തിന്റെ സ്വേദകണങ്ങളുമായി മണ്ണിനോട് സംവദിച്ച ഒരമ്മയുടെ തണലിൽ MSST സഭ അതിന്റെ ബാല്യകൗമാര ദശകൾ പിന്നിട്ട് യൗവനയുക്തയായി. ഓരോ കാലത്തിനും ഓരോ ദേശത്തിനും ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വിശുദ്ധ ജന്മങ്ങൾ കാലാതീതമായ ദിശാബോധം നൽകുന്നു. ഭിന്നതയുടെ ഇരുണ്ട ആരക്കാലുകളെ വിശ്വാസത്തിന്റെ അക്ഷത്തിൽ ഉറപ്പിക്കുവാൻ അന്യാദൃശ്യമായ പാടവമുണ്ടായിരുന്ന മദർ മേരി തെരേസിന്റെ അവികലമായ ആത്മാർത്ഥതയിലും ദൈവം ഏൽപ്പിച്ച ദൗത്യത്തോടുള്ള അന്യൂനമായ വിശ്വസ്തതയിലും പ്രതിസന്ധികളും വെല്ലുവിളികളും ജലരേഖകളായി. MSST സഭയ്ക്ക് അനേകം ശാഖാഭവനങ്ങളും കാലോചിതമായ മാറ്റങ്ങളും വന്നു. സഭാസ്ഥാപകനായ ദേവദാസൻ ജെറോം മരിയ ഫെർണാണ്ടസ് പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി, സഭയുടെ ക്യാരിസത്തിന്റെ നേർസാക്ഷ്യമായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളുടെ ഇടയിലേക്ക് അതിവേഗം ഈ കാലഘട്ടത്തിൽ MSST സഭ വ്യാപിച്ചു. മിഷൻ ചൈതന്യം ഹൃദയത്തുടിപ്പായി നെഞ്ചിലേറ്റിയ സഭാതനയരുടെ കരങ്ങൾ ദരിദ്രരോടും അജ്ഞതയുടെ ഇരുളിൽ കഴിയുന്നവരോടും വാർദ്ധക്യവും രോഗവും മൂലം അവശത അനുഭവിക്കുന്നവരിലേക്കും നീണ്ടു. ക്രിസ്തു സ്നേഹത്തിന്റെ സദ്വാർത്തയുമായി മിഷൻ രൂപതയായ വിജയപുരത്ത് മാരാമൺ സെന്റ് ജോസഫ് ഇടവകയിൽ 1982 വാഴൂർ മൗണ്ട് കാർമൽ ഇടവകയിൽ 1986 ജനുവരി 26 വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ നാമത്തിൽ 2 സന്യാസ സമൂഹങ്ങൾ രൂപീകൃതമായി. 1980 സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കുക എന്നതിന്റെ സൗകര്യാർത്ഥം കൊല്ലം രൂപതയിലെ ജ്യോതി നികേതൻസ് വിമൻസ് കോളേജിനോട് അനുബന്ധിച്ച് സെന്റ് ജോസഫ് ഹോസ്റ്റലും കോൺവെന്റും സ്ഥാപിതമായി. യുവജനങ്ങളുടെ ആത്മീയ രക്ഷയും അജ്ഞതയുടെ ഇരുളിൽ കഴിയുന്ന ജനതയുടെ ഉന്നമനവും ലക്ഷ്യമാക്കി കൊല്ലം രൂപതയിലെ കരിക്കോട് എന്ന പ്രദേശത്ത് 1981 മാർച്ച് 21 ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ആശീർവദിക്കപ്പെട്ടു. കടലിനോടും കായലിനോടും മല്ലിട്ട് അന്നന്നത്തെ അപ്പം തേടുന്ന നിർധനരായ മത്സ്യത്തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയും കുടുംബജീവിത ഭദ്രതയും ലക്ഷ്യമാക്കി കൊച്ചി രൂപതയിൽ
ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമധേയത്തിൽ ഒരു ആശുപത്രിയും കോൺവെന്റും 1983 സ്ഥാപിക്കുവാൻ സാധിച്ചത് സ്ഥാപക ചൈതന്യത്തോട് എന്നും വിശ്വസ്തയായിരുന്ന മദർ മേരി തെരേസ് എന്ന കർമ്മയോഗിനിയുടെ മറ്റൊരു പൊൻതൂവലാണ്. ഇടവകയിലെ ആത്മീയ ശുശ്രൂഷകളിൽ ഇടവക വികാരിയോടൊപ്പം കർമ്മനിരതരാവുക എന്ന ലക്ഷ്യത്തോടെ ഭവന സന്ദർശനം, വിദ്യാഭ്യാസം, മതബോധനം, രോഗികളെ നല്ല മരണത്തിനൊരുക്കൽ എന്നീ അജപാലന ശുശ്രൂഷകളുമായി കൊല്ലം രൂപതയിലെ വടക്കുംതല പൂജരാജാക്കന്മാരുടെ ഇടവകയോട് ചേർന്ന് വിശുദ്ധ ചെറുപുഷ്പത്തിന്റെ നാമത്തിൽ മറ്റൊരു മഠം 1984 സ്ഥാപിതമായി. 1993 ഡിസംബർ 29 നടന്ന MSST സഭയുടെ ആദ്യത്തെ ഇലക്ഷനിൽ കർമ്മധീരയായ മദർ വിക്കർ മേരി തെരേസ് സുപ്പീരിയർ ജനറലായി ദൈവനിയോഗം പോലെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആദർശശുദ്ധിയും അചഞ്ചലമായ ദൈവാശ്രയ ബോധവും കൈമുതലായി ഉണ്ടായിരുന്ന കർമ്മം കൊണ്ട് നേതാവായ ഈ മഹത് വ്യക്തിത്വത്തിന്റെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും വഴിമാറി നിന്നു. ഉളുന്തി സെന്റ് ആൻസ് കോൺവെന്റിന്റെ നവീകരണ പദ്ധതികൾ, ചെറുപുഷ്പ LP സ്കൂളിന്റെ അപ്ഗ്രഡേഷൻ, കുരിയപ്പള്ളി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിന്റെ ആശീർവാദം, ഉമയനെല്ലൂർ ആസ്ഥാനമാക്കി നവസന്യാസ രൂപീകരണത്തിനായി മാത്രം ഒരു സന്യാസ ഭവനം, ജനറലേറ്റിനോട് ചേർന്ന് സഭാമക്കൾക്കായി ഒരു സെമിത്തേരി എന്നിവയും ഇറ്റലി, ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിൽ MSST സഭയുടെ ശാഖാഭവനങ്ങൾ, വിശ്രമജീവിതം നയിക്കുന്ന അഭിമന്യ ജോസഫ് പിതാവിനായി ഒരു വിശ്രമ ഭവനവും, MSST സഭയുടെ 19ാമത്തെ ഭവനമായി മുക്കാട് ഇടവകയിൽ ഒരു താൽക്കാലിക ഭവന ആശീർവാദവും ഈ കാലയളവിലെ MSSTയുടെ വളർച്ചയുടെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. മൗനത്തിന്റെ കടലാഴങ്ങളിൽ വാക്കിന്റെ 1000 ചിപ്പികൾ ഒളിപ്പിച്ചു വെച്ച് ഇനിയും കാലചക്രം തിരിയും. മൗനത്തിന്റെ ഇടവഴികൾക്കപ്പുറം വാക്കിന്റെ പൂക്കുടയുമായി കണ്ടുമുട്ടും വരെ വസന്തം ഒരുക്കിവെച്ച അമ്മ തണലിലൂടെ ഞങ്ങൾ യാത്ര തുടരട്ടെ. പ്രണാമം.